വ്യാജ പരാതിയിൽ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പാലോട് ഇടിഞ്ഞാർ സ്വദേശി സന്ദീപിനെയാണ് പോലീസ് മർദ്ദിച്ചത്. പാലോട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് മർദ്ദിച്ചതെന്ന് സന്ദീപ് ജനം ടിവിയോട് പറഞ്ഞു. ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നീ എന്തിനാണ് അവരെ ചീത്ത വിളിച്ചതെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല. അവൻ പറഞ്ഞ്, ചീത്ത വിളിക്കാതെ എന്തിനാണ് അവരിവിടെ പരാതി കൊണ്ട് തരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം, അവിടെ വന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കണം, വഴി എൻ്റെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ട് വഴിയാണെന്നാണ് പറഞ്ഞേക്കണം. അപ്പോഴത്തേക്ക് അവർ ഒന്നും തിരക്കാതെ പോലും കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഇവിടെ ഒരു മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു, സാറേ ഇല്ല, ഞാൻ മാപ്പ് പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പറഞ്ഞു വിടുകയും ചെയ്തിട്ട് എന്നെ വിളിച്ച് അകത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞ്, യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് നിനക്ക് കേൾക്കാൻ വയ്യാത്തെന്നും പറഞ്ഞ് അതിനെ ആ സ്റ്റേഷനകത്തുനിന്ന് വേറൊരു റൂമിലോട്ട് കൊണ്ടുപോയി എന്നെ അടിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു സന്ദീപിനെതിരെ അയൽവാസി പാലോട് പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി നൽകുന്നത്. പരാതിയിൽ ഒരു അന്വേഷണവും നടത്താതെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും മർദ്ദിക്കുകയായിരുന്നുവെന്ന് സന്ദീപ് പറയുന്നു. എൻ്റെ എതിർഭാഗമെന്ന് പറയുന്ന അവരെ പരാതി കൊടുത്ത് അവർ വന്ന് എന്നെ നേരെ അവരെയും കൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന് കാര്യം ചോദിച്ചു. അവരെ ഞാൻ ചീത്ത പറഞ്ഞു എന്നും പറഞ്ഞെടുക്കണം. ഞാനും എൻ്റെ ഭാര്യയും കൂടെ വഴക്ക് കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവർ കയറി വന്ന് ഈ അവർ വന്ന് പ്രശ്നം ഉണ്ടായെന്നും പറഞ്ഞു കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. അതിനുശേഷം അവരെൻ്റെ അടുത്ത് പറഞ്ഞു മാപ്പ് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആരെയും ചീത്ത വിളിച്ചിട്ടില്ല, മാപ്പ് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ചെയ്യാത്ത കാര്യമില്ല, എന്തിനാ മാപ്പ് പറയണേന്ന് ഞാൻ ചോദിച്ച് അവരൊന്ന് തിരക്കി ഇവിടെ വന്ന് അന്വേഷിക്കുക, എൻ്റെ ഭാര്യയുടെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഇവിടെ ആരുടെ അടുത്ത് ഒന്നും ചോദിക്കാതെയാണ് വിളിച്ചു വരുത്തി അവിടെ കൊണ്ടുവന്നു. അപ്പം അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, വേറെ കുഴപ്പമില്ല, ഇവൻ്റെ കാര്യം ഞങ്ങളെ നോക്കിക്കോളാം എന്നും പറഞ്ഞ് വിളിച്ചകത്തുകൊണ്ടിട്ട്. മർദ്ദനത്തെ തുടർന്ന് പാലോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെങ്കിലും തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ചികിത്സ തേടാനുള്ള സാമ്പത്തിക ശേഷി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് സന്ദീപും കുടുംബവും. മർദ്ദനത്തിനെതിരെ മുഖ്യമന്ത്രിക്കും പട്ടികജാതി മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് സന്ദീപും കുടുംബവും. കരുത്തും കരുതലുമാകേണ്ടവരാണ് കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥർ. നീതി നടപ്പിലാക്കേണ്ടവരാണ്. സാധാരണക്കാരൻ്റെ നീതിയെ കവർന്നെടുക്കുന്നവരല്ല പോലീസുകാരെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പാലോട് നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.